ഹലോ ഹായ് മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടി. നോർത്ത് ഇന്ത്യൻസൊക്കെ ഉച്ചയ്ക്ക് സാധാരണ കഴിക്കുന്ന ഒരു ആഹാരമാണ് കിച്ചടി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ നമുക്ക് വേണ്ടുന്നത്, ഇത് ഞാൻ സോനാ മസൂരിയുടെ അരിയാണ് എടുത്തേക്കുന്നത്. ഒരു ഏകദേശം 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിന് ഒരു 1.5 പിടി അടുപ്പിച്ച്, 2.5 കപ്പിന് 1.5 പിടി അടുപ്പിച്ച് പരിപ്പ്, അത് മസൂർ ദാളാണ് എടുത്തേക്കുന്നത്. നമുക്ക് തുവരപ്പരിപ്പോ ചെറുപയർ പരിപ്പോ എന്ത് വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാം. ഇത് ഞാൻ ഈ അരിക്ക് പോരാ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, അയ്യാറെട്ടിൻ്റെ നല്ല പച്ചരി ഒക്കെ എടുക്കാം. ഏത് പച്ചരി എടുക്കാം, ബിരിയാണി അരി എടുക്കാം. നമ്മുടെ ചോറ് വെക്കുന്ന കുത്തരിയും വെള്ളരി ഒന്നും പറ്റത്തില്ല. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ പൊന്നിയരി എല്ലാം എടുക്കാം ഇതിന് പകരമായിട്ട്. പിന്നെ പരിപ്പ് നമുക്ക് വേണമെങ്കിൽ അളവ് നമുക്ക് കുറച്ച് കൂട്ടാം. ഞാനിപ്പം ഇത്രയും എടുത്തിട്ടുള്ളൂ. 2.5 നാഴി അരി, അതിന് ഒരു 3/4 നാഴി അടുത്ത് പരിപ്പുണ്ട്, മസൂർ ദാൾ. അതിൻ്റെ കൂടെ ഇത് കുറച്ച് മുഴുവൻ മസാലയാണ്. പട്ട, തക്കോലം, ഒരു 5-6 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, കുറച്ച് കുരുമുളക്, പിന്നെ ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി പച്ച കിട്ടിയോണ്ട് ഇതെടുത്ത്. നമുക്ക് ഇതിന് പകരം കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചക്കപ്പലണ്ടി ചേർക്കുന്നത്. കാഷ്നട്ട് വേണമെങ്കിൽ അതും ചേർക്കാം. ഇത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, സവോള വലിയ 2 സവോള, ഒരു മീഡിയം 2 തക്കാളിക്ക, പിന്നെ കുറച്ച് മല്ലിയില, 2 തണ്ട് കറിവേപ്പില, പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ജീരകം, പിന്നെ നമ്മുടെ മസാല ഐറ്റംസ്. ഈ പരിപ്പും കൂടെ ഒന്നിച്ച് നന്നായിട്ട് കഴുകി ഇത് വഴറ്റി വരുന്ന സമയം അത്ര നേരം വെള്ളത്തിലിടാൻ പോവാം. അരി ഞാൻ 4 തവണ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു കുക്കർ വെച്ചു ഗ്യാസ് കത്തിക്കാൻ പോവാം. ഇതിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാണേ. നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നെയ്യ് വേണേൽ നെയ്യ് ഒഴിക്കാം, ബട്ടർ വേണേൽ ബട്ടറും ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണയൊന്നും അങ്ങനെ ചേർക്കത്തില്ല. കാരണം നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ വെളിച്ചെണ്ണ അവർ ഉപയോഗിക്കത്തില്ലല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുമെന്നേ ഉള്ളൂ. പക്ഷേ കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ റൈസ് ബ്രാൻഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം. അപ്പം ഈ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടി അതിൻ്റെ അത് ഒഴിക്കും. ഇതിപ്പം ആദ്യം എണ്ണ ഒന്ന് ചൂടാവട്ടെ. സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു 3 സ്പൂണോളം, 3 വലിയ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 സ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് 1 സ്പൂൺ ജീരകവും ചേർത്തു. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന മുഴുവൻ മസാലയില്ലേ അത് മുഴുവനായിട്ടിട്ടു. ചിലപ്പോൾ ഗ്രാമ്പും ഒക്കെ പൊട്ടിത്തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് മാറി നിൽക്കുക. ഇതിലോട്ട് ഞാൻ സവോളയും ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ സവോള ഒരുവിധം വഴന്നതിലൂടെ ഈ തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഒരുവിധം വാടിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം. പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് അധികം വേവില്ല. ഞാൻ ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസും പച്ചമുളകും കൂടെ ചേർത്തു. ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് കപ്പലണ്ടി ഇല്ല, പച്ചക്കപ്പലണ്ടി ചേർക്കാം. നല്ല ടേസ്റ്റാണ്. പച്ചക്കപ്പലണ്ടി ചേർക്കാം. കശുവണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ സാധാരണ ഇതൊന്നും ചേർക്കാറില്ല. ഗ്രീൻ പീസ് കിട്ടിയോണ്ടാണ് ഇട്ടത്. കപ്പലിൻ്റെ എൻ്റെ പിള്ളേർക്ക് താല്പര്യം കുറവായതുകൊണ്ട് കപ്പലിൻ്റെ ഞാൻ ചേർക്കാറില്ല. ഗ്രീൻ പീസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരുവിധം നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടി ഐറ്റംസ് എല്ലാം ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവുണ്ട്. ഒരു സ്പൂൺ പിരിയമുളക് പൊടി, ഒരു 1/2 സ്പൂൺ അല്ലാതെ ചന്തമുളകിൻ്റെ പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകോ മുളക് പൊടിയുടെ അളവോ ഒക്കെ കൂട്ടാം.
അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി തന്നെ ഇട്ടുകൊണ്ട് മഞ്ഞ കളറിൽ കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ടുകൊണ്ട് പച്ചമുളക് ഏറെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർക്കും. മുഴുവൻ മസാല ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി മതി. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറണം. ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഈ അരി കഴുകി വെച്ചേക്കുന്ന അരി ഇതിലോട്ട് ഇട്ടു. ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ അരിയുടെ വേവിന് അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ അരിയുടെ സോനാമസൂരിയുടെ വേവിനനുസരിച്ച് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മുമ്പ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചേക്കുന്നത് മുകളിലോട്ടിട്ട് ഇളക്കി കുക്കർ അടച്ചു വെക്കാം. അടച്ചു വെച്ച് 2 വിസിൽ അടുപ്പിക്കുക. കിച്ചടി റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കിച്ചടി റെഡിയായി. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മുടെ മായാസിൻ്റെ തന്നെ ബീഫ് ചാറും മീനച്ചാറും എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തൈരോ സലാഡോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാടൻ മാങ്ങാച്ചാറോ എല്ലാ കറികളും നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് ഡെയിലി ചോറല്ലേ കഴിക്കുന്ന ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കാം, കഴിക്കാം. പിന്നെ അതുപോലെ പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ കൊടുത്ത് വിടാനും ചിലപ്പോൾ ഫുഡ് തികയാതൊക്കെ വരുവാണെങ്കിൽ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്കൊരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ അരി ആയ കാരണം 2 വിസിൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ അളവ് അതിനനുസരിച്ച് ഓരോ അരിയുടെയും വേവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.